ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളിതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അച്ചീവ് യുവർ ഡ്രീം എന്ന ടാഗ്ലൈനാണ് ഞാനിന്നിവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയെടുക്കണം. കാരണം നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ജോലിയിലേക്ക്, നമ്മുടെ ജോലിയിലേക്കോ എന്താണ് ആഗ്രഹം, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, ഇന്നത്തെ സ്വപ്നങ്ങളാണ് നാളത്തെ സത്യങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കണം. കാരണം അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും, ചിലപ്പോൾ നമ്മളെ തള്ളിപ്പറയുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒട്ടേറെ പേരുണ്ടാവും അതിനെ എന്താ പറയുക, കുറ്റപ്പെടുത്താനും കുറവാക്കാനും. നമ്മളത് മൈൻഡ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈഫാണ് നമ്മൾ കളയുന്നത്. കാരണം എന്താ വെച്ചാൽ, വിൻസെൻ്റ് ചർച്ചിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് പട്ടികളിങ്ങനെ കുരയ്ക്കുന്നുണ്ടാവും. നമ്മളതിൻ്റെ കല്ലെടുത്ത് എറിയാൻ പോയാൽ നമുക്കതിൻ്റെ അതിൻ്റെ പ്രശ്നം. പക്ഷേ നമ്മളതിൻ്റെ മൈൻഡ് ചെയ്യാൻ നേരെ നടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്രദമാവും. കാരണം അങ്ങനെ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എൻ്റെ തള്ളി പറയുന്നവരുണ്ടാകാം, എൻ്റെ അതിന് കുറവാക്കുന്നവരുണ്ടാകും, ഒട്ടേറെ പേരുണ്ടാകും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം മൈൻഡ് ചെയ്താൽ അതിനെ വഴി ഉണ്ടാവും. കാരണം ഞാൻ ഇപ്പോൾ കണ്ടുപിടുന്ന ഒരുപാട് പേരുടെ ഒരു കാര്യമാണ്. കാരണം മറ്റുള്ളവരെന്ത് പറയുമെന്ന് മേടിച്ചിട്ട് നമ്മളൊരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരങ്ങനെ പറയാൻ ഒരുപാടുണ്ടാകും. പക്ഷെ അത് മൈൻഡ് ചെയ്യാൻ നിന്നാലും നമുക്ക് തന്നെയാണ് നഷ്ടം. നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ വാക്കിലിട്ട് ഇരുന്നാലേ നമുക്ക് തന്നെ നഷ്ടം വരാം. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫ് നമ്മളാണ് നോക്കേണ്ടത്. കാരണം ചിലപ്പോൾ നമ്മൾ ആ ചെയ്ത കാര്യത്തിലൂടെ ആയിരിക്കും നമ്മുടെ വിജയം, നമ്മുടെ ലൈഫ് സെറ്റ് ആകുമ്പോൾ, നമ്മുടെ ജീവിതം സക്സസ് ആകുമ്പോൾ. കാരണം അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മടി. കാരണം ജീവിതത്തിൽ എല്ലാവരും മടി പിടിച്ച ഒരുപാട് പേരുണ്ട്. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ മടിയുടെ ഉസ്താദാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എന്നോട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇപ്പം മടി പിടിച്ചിരുന്നാൽ ഭാവിയിൽ അതേപോലെ തന്നെയായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് മുന്നിട്ടിറങ്ങി ഒന്ന് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം ഉണ്ടാവും. സക്സസ് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിടുന്ന കാര്യങ്ങളൊന്നും അതിൽ വിജയം നേടുമ്പോഴാണ് സക്സസ് എന്ന വാക്കിന് അത് വളരെയേറെ നല്ല ആ ബ്യൂട്ടിഫുൾ വാക്ക്, സക്സസ് എന്ന വാക്ക് അവിടെ അർത്ഥപൂർണ്ണമാണ്. കാരണം ഞാനൊരുപാട് പേരുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മോട്ടിവേറ്റ് ആവണമെങ്കിൽ, ഇൻസ്പയർഡ് ആവണമെങ്കിൽ കുറേ സിദ്ധാന്തങ്ങളോ പുസ്തകങ്ങളോ വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മുന്നേ കടന്നുപോയ ഒരുപാട് പേരുണ്ടാവും. അവരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കുക, അനുഭവങ്ങൾ എടുത്തു നോക്കുക, അവർ നടന്നുപോയ വഴിത്താരകളിൽ അവർ എഴുതിയ പുസ്തകങ്ങൾ നോക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് അതൊക്കെ വായിച്ചാൽ വളരെയേറെ ഇൻസ്പയർഡ് ആവുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും സക്സസ് ആയിരിക്കും. നമ്മൾ കണ്ടറിഞ്ഞവരിൽ എല്ലാവരും സക്സസ് ആയിരിക്കും. 100-ൽ ഒരു 10, 20, 25% പേരെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സക്സസ് ആയി വന്നിട്ടുണ്ടാവും. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വ്യക്തിയാണെന്ന് വെച്ചാൽ എബ്രഹാം ലിങ്കണാണ്. കാരണം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ച്, അതേപോലെ തന്നെ അത്രയും താഴ്ന്ന ഒരു തരത്തിലുള്ള കറുത്ത വർഗ്ഗക്കാരനായ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് എബ്രഹാം ലിങ്കണാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു വ്യക്തിയാണ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കേൾക്കുമ്പോൾ വളരെയേറെ പിന്നെ ആകാംക്ഷയോടെ വായിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എബ്രഹാം ലിങ്കണെ പറ്റിയൊരു ജീവിതമുണ്ട്. കാരണം ഒരു ദിവസം എബ്രഹാം ലിങ്കൺ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താവണമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഡോക്ടർ ആവണം, പിന്നെ അങ്ങനെ പാട്ടുകാരനാണ്, അങ്ങനെ പറഞ്ഞങ്ങനെ പോയി. അപ്പോൾ എബ്രഹാം ലിങ്കണിൻ്റെ അടുത്ത് വന്നു, ഇതൊക്കെ എന്താ ആവണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എബ്രഹാം ലിങ്കൺ പറഞ്ഞു, എനിക്ക് അമേരിക്കയിൽ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചു. അധ്യാപകൻ പറഞ്ഞു, ബിൽഡിംഗ് എന്ത് മണ്ടത്തരമാണ് പറയുന്നത് ചോദിച്ചു. കാരണം എന്താ വെച്ചാൽ, എബ്രഹാം ലിങ്കൺ അത്രയും താഴ്ന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു, കറുത്ത വർഗ്ഗക്കാരൻ. ഇതുവരെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ അത് കളിയാക്കി. പക്ഷേ അതിനൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആവുകയാണ്. കാരണം അതാണ് ലക്ഷ്യം. കാരണം അദ്ദേഹം വാശി പിടിച്ചു, മനസ്സിലിങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് നടന്നു, വാശി പിടിച്ച് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരും. അതൊക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനായി ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് നമുക്ക് മോട്ടിവേഷനായിട്ട് ഇൻസ്പിറേഷനായിട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ഒരുപാട് പേര്. കാരണം അതിൽ വേറൊരു കഥ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു കുട്ടൻ എന്ന് പറയുന്നൊരു കുട്ടി,
കാരണം പാവപ്പെട്ട വീട്ടിൽ ജീവിച്ചു വളർന്നൊരു കുട്ടിയാണ്. അവൻ്റെ വീട് എന്ന് പറയുന്നത് ഓലമേഞ്ഞ വീട് വീട് എന്ന് പറയാൻ പറ്റില്ല. കാരണം വർഷത്തൊരിക്കലും ഓലമേഞ്ഞാൽ അത് ഓലമേഞ്ഞ വീട് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് സാധാരണയായ ഒരു വീട്. കാരണം മഴ പെയ്താൽ വെള്ളം വീടിനുള്ളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അവനൊരു കൂട്ടുകാരുണ്ടായിരുന്നു, കുട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ബാബു തന്നെ. അവൻ ഭയങ്കര സമ്പന്നനായിരുന്നു, അത്യാവശ്യം നല്ലൊരു സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം കുട്ടൻ പറഞ്ഞു, ബാബു നിന്റെ ഒരു ടെറസ് വീടാണ്, എൻ്റെ ഒരു നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ബാബു പറഞ്ഞു, ഇപ്പം കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ അച്ഛനും വീട്ടിലുണ്ടാകും, ഒരു അവധി ദിവസം വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. കാരണം കുട്ടനൊരു കറുത്ത ഒരു ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ബാബു പറഞ്ഞു, നീ അവരില്ലാത്തൊരു സമയം വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ പിന്നെ ഒരു ദിവസം രാവിലെ ഭക്ഷണം കഴിച്ച്, കുറച്ച് ഭക്ഷണം കഴിച്ച്, അത് അത്ര ഉണ്ടായിരുന്നുണ്ട്, 2 വറ്റ് ചോറ് കഴിച്ച് അവൻ വീട്ടിൽ നിന്നിറങ്ങി ബാബുവിൻ്റെ വീട്ടിൽ പോയി. ബാബുവിൻ്റെ വീട്ടിൽ കയറി ചെന്നപാടെ അവൻ ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്ക് അലങ്കാരമായ ഒരു വീട്. കാരണം അവൻ പെട്ടെന്ന് സോഫയിലേക്ക് ഇരുന്നപ്പോൾ അപ്പോൾ എന്താ പറയുക, അവൻ കാണാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ആ വീട്ടിൽ കാണുകയും ഒക്കെ ചെയ്ത അവനവൻ ഞെട്ടി അത്ഭുത സ്തംഭനായി പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവൻ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു പട്ടിക്കൂട്, ആ പട്ടിക്കൂടിൽ പട്ടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മട്ട ഫ്രൈ, ബീഫ് ഫ്രൈ, അങ്ങനെ ഒരുപാട് വിഭൃത സമൃദ്ധമായ സംഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായത്. ഈ കാഴ്ചയായിരുന്നു കുട്ടൻ്റെ മനസ്സിലും കണ്ണിലും നിറച്ചൊരു കാഴ്ച. കാരണം 2 വറ്റ് ചോറ് കഴിച്ചു വന്ന കുട്ടന് ഒരു പട്ടി പിന്നെ സാധാ മട്ട ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിക്കുമ്പോൾ അതാണ് അവൻ്റെ മനസ്സിൽ നിറച്ച കാഴ്ച. പിറ്റേ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അധ്യാപകൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? ഒരാൾ പറഞ്ഞു പാട്ടുകാരനാവണം, ഒരാൾ പറഞ്ഞു എഞ്ചിനീയർ ആവണം, ഒരാൾ പറഞ്ഞു അങ്ങനെ പല ആഗ്രഹങ്ങൾ ഓരോരുത്തർ പറഞ്ഞു. കുട്ടനോട് ചോദിച്ചപ്പോൾ കുട്ടൻ പറഞ്ഞു, എനിക്ക് കുട്ടൻ്റെ ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായ മതി. അപ്പോൾ ഇത് കേട്ടത് അധ്യാപകരും കുട്ടനൊക്കെ ഞെട്ടിപ്പോയി. കാരണം ഇവരെന്താണ് ഇങ്ങനെ പറയുന്നത്. കാരണം എല്ലാവർക്കും ഒരു സങ്കടവും വന്നു. കാരണം ബാക്കിയുള്ള ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഇവർ അങ്ങനത്തെ ആഗ്രഹം പറഞ്ഞപ്പോൾ എല്ലാവരും സങ്കടമായിരുന്നു. കാരണം ഒരു ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും സങ്കടമായി. ഈ സങ്കടം അവർക്ക് കരുണയായിട്ട് തോന്നിയിട്ട് ഇവരെന്താക്കി, ഇവർ പഠിക്കാൻ വേണ്ടി പുസ്തകങ്ങളും അങ്ങനെ അവർ 8ാം ക്ലാസ്സിൽ 8 കൂടെ പഠിച്ച് 9ാം ക്ലാസ്സിൽ ഇപ്പോൾ 4 റാങ്കായി. അങ്ങനെ പഠിച്ച് അവർ കയറി സ്കോളർഷിപ്പോടെ ഡൽഹിയിൽ പോയി പഠിച്ചു. അവിടുന്ന് സ്കോളർഷിപ്പ് കിട്ടി ലണ്ടനിൽ പോയി പഠിച്ചു. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞ് പോരാതെ അവിടുത്തെ ബിരുദമൊക്കെ എടുത്ത് നാട്ടിലേക്ക് പോരാൻ നേരത്ത് അവിടുത്തെ സായിപ്പ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, കുട്ടൻ്റെ കയ്യിൽ ഒരു കടലാസ് കൊടുത്തു. ഇത് നിന്റെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. അതായത് നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്ന് കൊടുത്തു. അതിനകത്ത് എഴുതിയിട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടനെ പിടിച്ച് നിങ്ങളുടെ നാട്ടിലെ ഒരു അധ്യാപകൻ ആക്കി കളഞ്ഞേക്കരുത്, ഇദ്ദേഹത്തിന് വളരെ അറിവുകളുണ്ട്, നിങ്ങളെ എന്തെങ്കിലും നല്ലൊരു പദവി കൊടുക്കണമോ. പക്ഷെ കുട്ടനാണെന്ന് കേട്ടില്ല. കുട്ടൻ നാട്ടിൽ വന്ന അധ്യാപകരായി. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു കുട്ടനെ വിളിച്ച് പറഞ്ഞു, നീ പഠിപ്പിച്ചതൊക്കെ മതി, ഇനി നമ്മുടെ രാജ്യത്തെ പറ്റി പഠിപ്പിക്കാൻ വിദേശത്തേക്ക് പോകും. അതും കുറച്ച് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി തരാം. കുട്ടനെ പിടിച്ചാൽ തെരഞ്ഞെടുപ്പിൽ കളിപ്പിച്ചു. കുട്ടൻ MP ആയി, കേന്ദ്രത്തിൽ സഹമന്ത്രി. അങ്ങനെ ഒരു പ്രഭാതത്തിൽ ഭാരതം വളരെയേറെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പള്ളി പൊളിക്കപ്പെടുകയും അഴിമതി വളരെയേറെ നടപാടുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ അന്നത്തെ വാർത്തകളുടെ കൂട്ടത്തിൽ വളരെയേറെ നമുക്ക് ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക്, വിശിഷ്യ നമ്മൾ മലയാളികൾക്ക് വളരെയേറെ അഭിമാനമുള്ള ഒരു വാർത്ത തന്നെയാണ് ഉണ്ടായിരുന്നത്. ബാബുവിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാവാൻ കൊതിച്ച കുട്ടൻ എന്ന് പറയുന്ന ആ കുട്ടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ എന്ന നമ്മുടെ മഹാസാമ്രാജ്യത്തിൻ്റെ കറുത്തവരും ദളിതരുമായ ആദ്യത്തെ പ്രസിഡന്റായി, രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് അർത്ഥം. കീഴ്ശ്ശേരിയിലെ രാമൻ്റെ മകൻ KR നാരായണൻ, കീഴ്ശ്ശേരി രാമൻ്റെ മകനായ KR നാരായണനായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്രയും താഴ്ചയിൽ നിന്ന് വന്ന് ഉയർച്ചയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ്റെ ലൈഫിലേക്ക് ഞാൻ ഈ കഥ ഇതിൽ കണ്ടതാണ്. അപ്പോൾ ഇത് എനിക്ക് വളരെയേറെ മോട്ടിവേറ്റഡ് ആയ ഒരു സ്റ്റോറി തന്നെയാണ്. കാരണം അത്രയും താഴ്ന്നൊരു ഇതിൽ നിന്ന് വന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ഉയർച്ചയിലേക്ക് കയറുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വളരെയേറെയുള്ള ഒരു കഷ്ടപ്പാട് തന്നെയാണ് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോ ആണെങ്കിലും അത്രയും താഴ്ന്നൊരു ദരിദ്രനായ അദ്ദേഹം കളിച്ച് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്രയേറെ ആരാധകരാണ് അദ്ദേഹത്തിനുള്ളത് നമുക്ക് തന്നെ അറിയാം. പോർച്ചുഗലിലെ ഒരു എയർപോർട്ടിന് പോലും അദ്ദേഹത്തിൻ്റെ പേരാണ് എന്നത് വളരെയേറെ അഭിമാനിക്കാവുന്നത്, നമുക്കേറെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്.
കാരണം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിവര് മടി പിടിച്ചിരുന്നത് പോകത്തേ ഉള്ളൂ. കാരണം ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഉണ്ടാവണം, അത് നേടിയെടുക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് ഉണ്ടാവണം. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ളൊരു ചിന്ത മാത്രമേ, എനിക്കത് സാധിക്കും, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്നുള്ള ഒരൊറ്റ കാരണമായി നമുക്കത് നേടിയെടുക്കാൻ സുഖത്തിൽ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എന്താ വെച്ചാൽ ഈ പ്രായത്തിലുകാർക്ക് മടി തന്നെയാണ്. കാരണം ഇപ്പം കഷ്ടപ്പെട്ടാൽ ഭാവിയിൽ അത് വളരെയേറെ ഉപകാരപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. റിസ്ക് എടുത്തവരെ ജീവിതത്തിൽ വിജയമുള്ളൂ, അത് 100% ഉറപ്പാണ്. കഷ്ടപ്പെട്ട് ഇപ്പം കഷ്ടപ്പെട്ടാലും നാളെ നമുക്ക് വളരെ സുഖലോലുപതമായിട്ട് ജീവിക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം.